നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അധികാര സ്ഥാനങ്ങളിലെത്തുന്ന സ്ത്രീകളെയും അവരുടെ വളർച്ചയെയും ഭയക്കുന്നവരാണ് CPIM എന്ന പാർട്ടിയിലെ പുരുഷ കേസരികൾ. CPMന് സ്ത്രീകളോടുള്ള അവഗണന പരസ്യമായ രഹസ്യമാണ്, അത് നിസ്സംശയം പറയാം. ഇപ്പോൾ എന്തുകൊണ്ടാണ് CPMലെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് പരാമർശിക്കുന്നതെന്നല്ലേ? അതിന് കാരണമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ വടകരയിൽ ലോക്സഭാ മണ്ഡലത്തിൽ KK ശൈലജയാണല്ലോ ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത്. KK ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPMലെ പല മുതിർന്ന നേതാക്കളുടെയും ഉദ്ദേശം മറ്റൊന്നാണ്. ജനസ്വാധീനമുള്ള KK ശൈലജയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക വഴി കേരളത്തിൽ നിന്നും ഓടിച്ച് ഡൽഹിയിലേക്ക് നാടുകടത്താം. ഇനി അഥവാ KK ശൈലജ പരാജയപ്പെട്ടാൽ അത് അവർക്ക് ഒന്നുകൂടി ലാഭമായി. കാരണം അതോടുകൂടി അവരുടെ കഥ കഴിയും. രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ KK ശൈലജ ഒരു വിലയുമില്ലാതെ പുറത്താകും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന KK ശൈലജ ഏറെ സ്വാധീനമുള്ള പ്രവർത്തകയായിരുന്നു. ഒരുപക്ഷെ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായി വരെ കസേരയിൽ ഇരിക്കേണ്ടവർ. എന്നാൽ CPMന്റെ കീഴ്വഴക്കം അനുസരിച്ച് മുഖ്യമന്ത്രി സ്ഥാനം പെണ്ണിന് വിട്ടുകൊടുക്കാനാവുമോ? പിണറായി വിജയന് വെല്ലുവിളിയായി നിന്ന KK ശൈലജയ്ക്ക് സീറ്റ് നിഷേധിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശ്രമങ്ങൾ നടന്നു. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിച്ച ശൈലജയെ മന്ത്രിസഭയിൽ നിന്ന് പോലും ഉൾപ്പെടുത്താൻ പാർട്ടി മടിച്ചു. പുതിയ മന്ത്രിസഭയിൽ എല്ലാവരും പുതുമുഖങ്ങളായിരിക്കണം എന്ന ഒറ്റ കാരണം ചൂണ്ടിക്കാട്ടി KK ശൈലജയെ വിദഗ്ധമായി ഒഴിവാക്കുകയായിരുന്നു അന്ന് ചെയ്തത്. ഇനി ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തന്റെ ജനസ്വാധീനം ഉപയോഗിച്ച് വടകര നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ് KK ശൈലജയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തം. ഇതും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ട്രാപ്പാണ്. ഈ ട്രാപ്പിന്റെ ഭാഗമാണ് TP ചന്ദ്രശേഖരൻ വധക്കേസ് വടകരയിൽ വീണ്ടും ഒരു ചർച്ചാ വിഷയമാകണമെന്നും മറ്റും പാർട്ടിക്കുള്ളിൽ ഗൂഢാലോചന നടക്കുന്നത്. ഇതിന്റെ പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമാണ് EP ജയരാജൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റ്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ സമർപ്പിച്ച അപ്പീൽ ഹർജികളിൽ ഹൈക്കോടതി വിധി പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടാണ് EP ജയരാജൻ ഫേസ്ബുക്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറിപ്പ് പങ്കുവച്ചത്. ഈ കൊലപാതകത്തിൽ CPIMന് ഒരു പങ്കുമില്ലെന്നും CPIMനെയും CPIM നേതാക്കളെയും പ്രവർത്തകരെയും അനുഭാവികളെയും വേട്ടയാടാനാണ് സംഭവം നടന്ന അന്ന് മുതൽ എതിരാളികൾ ശ്രമിച്ചതെന്നുമൊക്കെയാണ് കുറിപ്പിൽ പറയുന്നത്. വ്യക്തമായ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ TP ചന്ദ്രശേഖരൻ വിഷയം വടകരയിൽ ചർച്ചയാകുന്നതിന് വേണ്ടി EP ജയരാജൻ ഇത്തരത്തിൽ പരസ്യമായൊരു പ്രസ്താവന നടത്തിയതെന്ന് വേണം കരുതാൻ. വടകരയിൽ KK ശൈലജ നേരിടുന്നത് രാഷ്ട്രീയ കൊലപാതകത്തിനിരയായി കൊല്ലപ്പെട്ട TP ചന്ദ്രശേഖരന്റെ ഭാര്യ രമയെയാണ്. KK രമ വടകരയിൽ നിന്ന് മത്സരിച്ചാൽ CPIMൽ നിന്ന് തന്നെ വോട്ട് മറിയാൻ സാധ്യതയുണ്ട്. ഇത് വ്യക്തമായി അറിയാവുന്ന KK ശൈലജ TPയുമായി ബന്ധപ്പെട്ട പരസ്യ പ്രസ്താവനകൾ നൽകരുതെന്ന് കേന്ദ്ര നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തു തന്നെയായാലും കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന പാർട്ടിയുടെ ഉത്തരവ് ശിരസാ വഹിച്ച KK ശൈലജയുടെ രാഷ്ട്രീയ ഭാവി എന്തെന്ന് കണ്ടറിയാം. KR ഗൗരിയമ്മ, സുശീല ഗോപാലൻ, വൃന്ദ കാരാട്ട് തുടങ്ങിയ കഴിവും തന്റേടവുമുള്ള പല സ്ത്രീ നേതാക്കളെയും ഇതിനു മുൻപും ഒതുക്കി മൂലക്കിരുത്തിയ ചരിത്രം CPMന് ഉണ്ടല്ലോ.